നമസ്കാരം. സംസ്ഥാനത്ത് മുണ്ടുനീര് രോഗം ബാധിക്കുന്നവരുടെ എണ്ണത്തിൽ വലിയ വർധനയെന്നാണ് ആരോഗ്യവകുപ്പിന്റെ കണക്ക്. അതിൽ കൂടുതലും കുട്ടികളിലാണ് രോഗം ബാധിക്കുന്നത്. ഏകദേശം 90% കുട്ടികളിലാണ് രോഗം കാണപ്പെടുന്നത്. ഈ വർഷം മെയ് വരെയുള്ള കണക്ക് പ്രകാരം 20,000-ലേറെയാണ് രോഗികൾ. 5 മുതൽ 9 വയസ്സ് വരെയുള്ള കുട്ടികളിലാണ് കൂടുതലും ബാധിക്കുന്നത് എന്നത് ആശങ്ക കൂട്ടുന്നതാണ്. എങ്ങനെയാണ് ഈ രോഗത്തെ നേരിടുക, ചികിത്സ എങ്ങനെ തുടർന്നുള്ള കാര്യങ്ങൾ വിശദീകരിക്കാൻ തലശ്ശേരി മിഷൻ ആശുപത്രിയിലെ കൺസൾട്ടന്റ് പീഡിയാട്രീഷ്യൻ ഡോക്ടർ ഗായത്രി ജിയാണ് അതിഥിയായി എത്തുന്നത്. ഡോക്ടർ, സ്വാഗതം പരിപാടിയിലേക്ക്. ഡോക്ടർ, ഞാൻ തുടക്കത്തിൽ പറഞ്ഞതുപോലെ അടുത്ത കാലത്തായിട്ട് കുട്ടികളിൽ ഏറ്റവും കൂടുതൽ കണ്ടുവരുന്ന ഒരു പ്രധാനപ്പെട്ട രോഗങ്ങളിലൊന്ന് ഈ മുണ്ടുനീരാണ്. ആദ്യം തന്നെ എന്താണ് ശരിക്കും ഈ രോഗം? മുണ്ടിനീര് അല്ലെങ്കിൽ മംസ് അല്ലെങ്കിൽ താടവീക്കം, അങ്ങനെ പല പേരിലാണ് നമ്മൾ ഈ രോഗം അറിയപ്പെടുന്നത്. ഇതൊരു വൈറസ് വരുത്തുന്ന ഒരു അസുഖമാണിത്. മെയിൻ ആയിട്ട് നമ്മളുടെ ഉമിനീർ ഗ്രന്ഥിയാണ് അഫക്ട് ചെയ്യുന്നത്. അതായത് സലൈവറി ഗ്ലാൻഡ്സിനാണ് മെയിൻ ആയിട്ട് അഫക്ട് ചെയ്യുന്നത്. നമ്മളുടെ വായുവിലൂടെയാണ് ഈ അസുഖം പടരുന്നത്. ഇതാണ് മെയിൻ ആയിട്ട് നമുക്ക് അറിഞ്ഞിരിക്കുന്ന വസ്തുത. ഇതിലിനി ഒരു ലക്ഷണങ്ങളിലേക്ക് വരുമ്പോൾ എന്തൊക്കെ ലക്ഷണങ്ങൾ ഈ രോഗത്തിലുണ്ടാകും? പ്രത്യേകിച്ചും ഈ കുട്ടികളിൽ എങ്ങനത്തെയൊക്കെ ഉള്ളൊരു അസ്വസ്ഥത കാണിക്കുമ്പോഴാണ് നമ്മൾ ഇതാണ് രോഗം എന്നുള്ളത് നമുക്ക് മനസ്സിലാവുന്നത്? മംസിനെ കുറിച്ച് പറയുകയാണെങ്കിൽ, മുണ്ടിനെ കുറിച്ച് പറയുകയാണെങ്കിൽ, ചില കുട്ടികളിൽ ചിലപ്പോൾ അസിംറ്റമാറ്റിക് ആയി, അതായത് ഒരു ലക്ഷണങ്ങൾ പോലും ഇല്ലാതെ തന്നെ ചില കുട്ടികൾക്ക്, അതായത് അസുഖം ഉണ്ടെന്ന് തന്നെ നമ്മൾ ചിലപ്പോൾ അറിഞ്ഞെന്ന് വരില്ല. അത് തൊട്ട് ചില കുട്ടികളിൽ വളരെ കോംപ്ലിക്കേഷൻ ഉണ്ടാക്കുന്ന ഒരു അസുഖമാണ് മംസ് എന്ന് പറയുന്നത്. പ്രധാനമായും ഇതിന്റെ സ്റ്റാർട്ടിങ്ങിൽ എല്ലാ വൈറസ് രോഗം പോലെ തന്നെ പനി, പിന്നെ ക്ഷീണം, കൈകാൽ വേദന, അങ്ങനത്തെ ബുദ്ധിമുട്ട് കാണും. അതിനുശേഷം പ്രധാനമായി നമുക്ക് മനസ്സിലാകുന്ന ഒരു സിംറ്റം എന്ന് പറയുന്നത് നമ്മളുടെ ഉമിനീർ ഗ്രന്ഥി അഫക്ട് ചെയ്യുമ്പോൾ, അല്ലെങ്കിൽ നമ്മുടെ സലൈവറി ഗ്ലാൻഡ്സിനെ അഫക്ട് ചെയ്യുമ്പോൾ ഉണ്ടാകുന്ന മുഖത്തുള്ള ഒരു വീർപ്പം വരുമ്പോഴാണ് നമ്മുടെ പാരന്റ്സ് യൂഷ്വലി ശ്രദ്ധിക്കാൻ ചാൻസ് ഉള്ളത്. സോ ഡോക്ടേഴ്സിന്റെ അടുത്ത് എത്തുമ്പോൾ മോസ്റ്റ്ലി പാരന്റ്സിന്റെ കൺസേൺ എന്ന് പറയുന്നത് ഈ ഒരു സലൈവറി ഗ്ലാൻഡ് അഫക്ട് ചെയ്തിട്ടുള്ള വീക്കം കാരണമാണ് നമ്മളത് മംസ് ആണ് സ്ഥിരീകരിക്കാനുള്ള ഒരു ഇത് വരുന്നത്. ഇപ്പോൾ ഡോക്ടർ, വീക്കത്തിന്റെ കാര്യം പറഞ്ഞല്ലോ. അപ്പോൾ അത് വരുമ്പോൾ കുട്ടികളിൽ ആദ്യം പനി വന്നതിന് ശേഷം പിന്നെ എത്ര ദിവസത്തിന് ശേഷമായിരിക്കും ഇങ്ങനെ ഈ വീക്കം വരുന്നത്? അതല്ലെങ്കിൽ ആദ്യം തന്നെ ഈ വീക്കത്തിൽ തന്നെ ആയിരിക്കും തുടങ്ങുന്നത്? നമ്മൾ പലപ്പോഴും അത് ശ്രദ്ധിക്കണം എന്നില്ല. എന്ന് പറയുമ്പോൾ അവിടെ എന്തെങ്കിലും വേദന ഉണ്ടെന്നൊക്കെ കുട്ടികൾ പറയുകയാണെങ്കിലായിരിക്കും നമ്മൾ പ്രത്യേകിച്ച് അതിലേക്ക് ശ്രദ്ധിക്കുക. അല്ലെങ്കിൽ പനി പോലെയുള്ള അസ്വസ്ഥതകളാണെങ്കിൽ നമ്മൾ സാധാരണ പനി എന്ന രീതിയിലേക്ക് നമ്മൾ പോകാറുണ്ടല്ലോ. അപ്പോൾ ഇത് ഏത് സമയത്തുമ്പോഴാണ് ഇത് പ്രകടമായി തുടങ്ങുന്നത്? പനി പോലെയുള്ള ലക്ഷണങ്ങളോടൊപ്പമാണല്ലോ ഈ നീര് വരുന്നത്. അത് ഏത് സമയമാണ്? അല്ലെങ്കിൽ തുടക്കത്തിൽ തന്നെ അത് വരാറുണ്ടോ? അതെ പറയുന്നത്, ഇതൊരു കൺഫേം ആയിട്ട് പറയാൻ പറ്റില്ല. പനി കഴിഞ്ഞ് ഇത്ര ദിവസം കഴിഞ്ഞ് വന്നെന്ന് നിർബന്ധമായിട്ട് പറയാൻ പറ്റില്ല. യൂഷ്വലി ഒരു പനി തുടങ്ങി 3 to 4 days കഴിയുമ്പോൾ യൂഷ്വലി സ്വെല്ലിംഗ് സ്റ്റാർട്ട് ചെയ്യും. ചില കുട്ടികളിൽ പനി ഒന്നും ഇല്ലാതെ തന്നെ ഡയറക്റ്റ് സ്വെല്ലിംഗ് ആയിട്ട് പ്രസന്റ് ചെയ്യുന്ന കുട്ടികളും ഉണ്ട്. ഇതിന്റെ ആ ഒരു സിംറ്റംസ് നമുക്കൊരു കൺഫേം ആയിട്ട് പറയാൻ പറ്റില്ല. അങ്ങോട്ടും ഇങ്ങോട്ടും മാറിയാണ് പ്രസന്റ് ചെയ്യാറുള്ളത്. മെയിൻ ആയിട്ട് വേദന എന്ന് പറയുന്നത് ഇവർക്ക് ഭക്ഷണം കഴിക്കുമ്പോൾ ചവയ്ക്കുമ്പോഴായിരിക്കും ബുദ്ധിമുട്ടുണ്ടാവുക. ഇറക്കാൻ വലിയ ബുദ്ധിമുട്ട് കാണില്ല. മെയിൻ ആയിട്ട് കുഞ്ഞു കുട്ടികൾ, അതായത് ഇപ്പോൾ 4 വയസ്സ് 5 വയസ്സുള്ള കുട്ടികളൊക്കെ ഭക്ഷണം കഴിക്കുമ്പോഴായിരിക്കും വേദന എന്ന് പറഞ്ഞു തുടങ്ങുന്നത്. അപ്പൊ നമ്മൾ ശ്രദ്ധിക്കേണ്ടത് ചവയ്ക്കുമ്പോഴാണോ വേദന, ഇറക്കുമ്പോഴാണോ വേദന എന്ന് ചോദിക്കാം. ചില വൈറൽ പനികളിൽ നമുക്ക് തൊണ്ടവേദന വരാമല്ലോ. അപ്പം ഇറക്കുമ്പോഴുള്ള വേദന യൂഷ്വലി തൊണ്ടവേദനയായിട്ട് ബന്ധപ്പെട്ടായിരിക്കാം. ചവയ്ക്കുമ്പോഴാണ് ബുദ്ധിമുട്ട് കൂടുതലായിട്ട് കാണുന്നതെങ്കിൽ മുണ്ടിനീരിലേക്കുള്ള ചാൻസ് ആണ് കൂടുതലായിട്ടുള്ളത്. ഈ നീര് വരുന്നത് സാധാരണയായിട്ട് ഈ കവിളിന്റെ ആ ഭാഗത്ത് തന്നെയാണല്ലോ. അപ്പോൾ ഇത് എത്ര ദിവസം വരെ എന്നുള്ളത് നമുക്ക് പറയാൻ പറ്റും? നേരത്തെ ഡോക്ടർ പറഞ്ഞ അങ്ങനെ പറയാൻ കഴിയില്ല എന്ന് പറഞ്ഞെങ്കിലും ഈ നമ്മൾ കണ്ടുവരുന്ന രീതി അനുസരിച്ചാണെങ്കിൽ ഈ നീര് അത് എത്ര നാൾ വരെ, എത്ര ദിവസം വരെ നമുക്ക് കാണാൻ പറ്റുന്നതാണ്? മുണ്ടിനീരിന്റെ വീക്കം യൂഷ്വലി സ്റ്റാർട്ട് ചെയ്യുന്ന ഒരു സൈഡിലായിരിക്കും. ചില കുട്ടികളിൽ ഒരു സൈഡ് വന്ന് അതേപോലെ ഒരു 1 വീക്കിനുള്ളിൽ അത് തന്നെ മാറും. ചില കുട്ടികൾ 2 സൈഡും അഫക്ട് ചെയ്യാൻ ചാൻസ് ഉണ്ട്. അതായത് ഒരു സൈഡും റൈറ്റും ലെഫ്റ്റും രണ്ടും ഒരുമിച്ച് അഫക്ട് ചെയ്യാനുള്ള ചാൻസ് ഉണ്ട്. കൂടുതൽ കുട്ടികളിൽ അതൊരു ഒരാഴ്ച, 5 ദിവസം തൊട്ട് 7 ദിവസത്തിനുള്ളിൽ അതിന്റെ വീക്കം കുറഞ്ഞത്. ആദ്യത്തെ ഒരു 3-4 ദിവസമായിരിക്കും ഇതിന്റെ തീവ്രത കൂടുതൽ. അത് കഴിഞ്ഞ് അതിന്റെ വേദന കുറയാൻ തുടങ്ങും. ഒരാഴ്ചക്കുള്ളിൽ മോസ്റ്റ്ലി അത് ഇംപ്രൂവ് ആവാറുണ്ട്. ചില കുട്ടികൾ അത് 2 ആഴ്ച വരെ പോകാൻ ചാൻസ് ഉണ്ട്. 2 ആഴ്ച കൂടുതൽ വീക്കം അധികമായി കാണാറില്ല. ഇപ്പോൾ ഈ കുട്ടികളിൽ ഏറ്റവും കൂടുതൽ ഇത് പടർന്നു പിടിക്കുന്ന ഒരു സാഹചര്യം എങ്ങനെയാണ്? കാരണം ഇത് പ്രത്യേകിച്ച് സ്കൂളുകളിൽ നോക്കുകയാണെങ്കിൽ ഇപ്പോൾ ഈ രോഗം വന്ന് കുറച്ച് ദിവസം സ്കൂൾ അടച്ചിട്ട ഒരു സിറ്റുവേഷനൊക്കെ എനിക്ക് അറിയുന്നതാണ്. അപ്പോൾ ഈ കുട്ടികളിൽ ഇത് വളരെ പെട്ടെന്ന് തന്നെ പടർന്നു പിടിക്കാനുള്ളൊരു സാധ്യതയുണ്ടല്ലോ. അത് കുട്ടികളിൽ മാത്രമാണോ ഇത് ഏറ്റവും കൂടുതലായിട്ട് പെട്ടെന്ന് പടരാനുള്ളൊരു സാധ്യതയുള്ളത്? അതല്ലെങ്കിൽ എങ്ങനെയാണ് ഇതിനെ പ്രതിരോധിക്കാൻ പറ്റുന്നത്? അതും പ്രത്യേകിച്ച് ഈ വളരെ പെട്ടെന്ന് ഈ വേഗത്തിൽ തന്നെ ഇത് പടരുന്നതിനുള്ളൊരു സാധ്യത അത് കുറയ്ക്കാൻ അതെന്താ നമ്മൾ ചെയ്യേണ്ടത്? ആദ്യമായിട്ട് ഇത് കുട്ടികൾ സ്പ്രെഡ് ആവാനുള്ള റീസൺ ഒന്ന്, പണ്ട് നമുക്ക് MMR വാക്സിൻ അവൈലബിൾ ആയിരുന്നു. ഗവൺമെന്റ് വഴി 2015-16 വരെ MMR വാക്സിൻ ലഭ്യമായിരുന്നു.
സോ ആ സമയത്ത് ഇതിന്റെ ഒരു സ്പ്രെഡ് അത്രത്തോളം ഇല്ലായിരുന്നു. അതിനുശേഷം ഗവൺമെന്റ് MMR വാക്സിനിൽ നിന്ന് MR വാക്സിനിലേക്ക് മാറുകയാണ് ഉണ്ടായത്. സോ അത് കാരണം ഇപ്പൊ നമ്മളുടെ ഒരു കേരളത്തിൽ തന്നെ എടുക്കുകയാണെങ്കിൽ ഭൂരിഭാഗം പേരും ഗവൺമെന്റ് സെറ്റപ്പിൽ നിന്നാണ് വാക്സിൻ എടുക്കുന്നത്. സോ MMR വാക്സിൻ പല കുട്ടികളിലും ഇപ്പൊ ഇല്ല. അതൊരു റീസൺ ആണ് ഈ കുട്ടികളിൽ ഇത്രയും സ്പ്രെഡ് ആയിട്ട് വരാനുള്ള കാരണം. രണ്ടാമതായി കുട്ടികളായതുകൊണ്ട് തന്നെ ഞാൻ പറഞ്ഞല്ലോ, വായുവിലൂടെയാണ് ഇത് പടരുന്നത്, അതായത് നമ്മുടെ റെസ്പിറേറ്ററി ഡ്രോപ്ലെറ്റ്സിലൂടെയാണ് ഇത് പടരുന്നത്. സോ കുട്ടികൾ എന്തായാലും മാസ്ക് യൂസ് ചെയ്യില്ല, അടുത്തിടപഴകും, ഇതെല്ലാം കാരണം തന്നെ പെട്ടെന്ന് സ്പ്രെഡ് ആവാനുള്ള ചാൻസ് ഉണ്ട്. ഒന്ന് നമ്മൾ മനസ്സിലാക്കേണ്ടത്, ഈ ഉമിനീർ ഗ്രന്ഥിയുടെ വീക്കം വരുന്നതിന് മുമ്പ് തന്നെ ഇത് സ്പ്രെഡ് ആവാനുള്ള ചാൻസ് ഉണ്ട്. അതിന് മുന്നേ തന്നെ അവരുടെ സലൈവയിൽ ഈ വൈറസ് കാണപ്പെടുന്നുണ്ട്. സോ ഉമിനീർ ഗ്രന്ഥിയുടെ വീക്കം വരുന്നതിന് 2 ദിവസം മുന്നേ തൊട്ട് ഗ്രന്ഥിയുടെ വീക്കം വന്ന് 5 ദിവസം വരെ ഇത് സ്പ്രെഡ് ആവാനുള്ള ചാൻസ് ഉണ്ട്. സോ ഈ ഒരു സമയകാലയളവ് മതി അടുത്ത് കോണ്ടാക്ട് വരുന്ന എല്ലാവരും മംസ് ഉണ്ടാവാനുള്ള ചാൻസ് കൂടുതലാണ്. കുട്ടികളാണ് കോമൺ ആയിട്ട് ഇപ്പൊ കണ്ടുവരുന്നത്. മെയിൻ റീസൺ അവർ മാസ്ക് യൂസ് ചെയ്യുന്നില്ല, പിന്നെ സ്കൂളിൽ അടുത്തുള്ള ആ ഒരു കോണ്ടാക്ട് വരുന്നതാണ് മെയിൻ റീസൺ ആയിട്ട് പറയുന്നത്. ഇപ്പോൾ ഡോക്ടർ ഈ വാക്സിൻ്റെ കാര്യം പറഞ്ഞല്ലോ, ഇപ്പോൾ 2016 മുതൽ തന്നെ ഈ വാക്സിൻ നിർത്തലാക്കിയിട്ടുണ്ട്. അപ്പോൾ അതിനുശേഷവും ഒരുപാട് കുട്ടികൾക്ക് രോഗം കാണുന്നുമുണ്ട്. അപ്പോൾ ഇപ്പോഴത്തെ ഒരു ചികിത്സാ രീതി എങ്ങനെയാണ്? ഇതിന് വാക്സിൻ ഇല്ല എന്നുള്ള ഒരു ആശങ്കപ്പെടുത്തുന്ന കാര്യം തന്നെയാണല്ലോ. അപ്പോൾ അതിൻ്റെ ഒരു ചികിത്സാ രീതി ഇപ്പോൾ എങ്ങനെയാണ്? വാക്സിൻ ഇല്ല എന്നല്ല, വാക്സിൻ ഗവൺമെന്റ് സെറ്റപ്പിൽ അവൈലബിൾ അല്ല, പ്രൈവറ്റ് സെറ്റപ്പിൽ അവൈലബിൾ ആണ്, പ്രൈവറ്റിൽ നിന്ന് എടുക്കാവുന്നതാണ്. സോ വാക്സിൻ ഇപ്പൊ നമ്മള് 90% കുട്ടികൾ ഇപ്പൊ അത് കിട്ടുന്നില്ല. കാര്യം ഗവൺമെന്റ് ഫോളോ ചെയ്യുന്നെങ്കിൽ കുറെ കുട്ടികൾ ഈ വാക്സിൻ ഇപ്പൊ കിട്ടിയിട്ടില്ല. സോ ചികിത്സാ രീതി എന്ന് പറയുമ്പോൾ വൈറസ് രോഗങ്ങൾക്ക് നമുക്കറിയാം പ്രത്യേകിച്ച് ഒരു മെഡിസിൻ ആയിട്ടില്ല. നമ്മുടെ അസുഖം വന്നു കഴിഞ്ഞാൽ അതിന് സിംറ്റമാറ്റിക്കലി അതിന്റെ ഓരോ ലക്ഷണങ്ങൾ അനുസരിച്ചാണ് ട്രീറ്റ്മെന്റ് കൊടുക്കുന്നത്. അതായത് ഇപ്പൊ വേദന, ബുദ്ധിമുട്ടിന് നമ്മൾ പാരസിറ്റമോൾ, അതേപോലെ ഇബുപ്രൂഫൻ എന്നുള്ള മരുന്നുകൾ കൊടുക്കും. പിന്നെ നന്നായി വെള്ളം കുടിക്കണം, ഹൈഡ്രേഷൻ വളരെ ഇമ്പോർട്ടന്റ് ആണ്. പിന്നെ മൾട്ടി വൈറ്റമിൻസ് ടാബ്ലറ്റ്സ് ജസ്റ്റ് സപ്പോർട്ടീവ് ആയിട്ട് കൊടുക്കാറുണ്ട്. പിന്നെ ശ്രദ്ധിക്കേണ്ടത്, നമ്മുടെ ഉമിനീർ ഗ്രന്ഥി എഫക്റ്റ് ആവുന്നത് കൊണ്ട് ഒരുപാട് സലൈവ ഉണ്ടാക്കുന്ന പോലത്തെ ഫുഡ്സ് കഴിക്കാതിരിക്കുക. അതായത് ഒരുപാട് പുളിപ്പുള്ള ആഹാരങ്ങൾ, അങ്ങനെ സലൈവ കൂടുതലായിട്ട് പ്രൊഡ്യൂസ് ചെയ്യുന്ന തരം ആഹാരങ്ങൾ അധികം കഴിക്കാതിരിക്കുക. 1 വീക്കോളം റെസ്റ്റ് എടുക്കുമ്പോൾ തന്നെ ശരിയാകും. വേറെ എന്തെങ്കിലും കോംപ്ലിക്കേഷൻസ് ഉണ്ടാവുകയാണെങ്കിൽ ഹോസ്പിറ്റലിൽ അഡ്മിറ്റ് ആക്കിയിട്ട് നോക്കേണ്ടി വരും. ഇപ്പോൾ ചെറിയ കുട്ടികളിൽ ഈ രോഗം വരുമെന്ന് നമ്മൾ നേരത്തെ ആദ്യം തന്നെ പറഞ്ഞല്ലോ. അപ്പോൾ വളരെ ചെറിയ കുട്ടികളിലൊക്കെ ഈ അസുഖം വരുമ്പോൾ നമുക്ക് സ്വാഭാവികമായിട്ടും മനസ്സിലാവും അവർക്ക് അതിൻ്റേതായ അസ്വസ്ഥതകൾ നല്ലോണം ഉണ്ടാകും. പ്രത്യേകിച്ച് ഭക്ഷണം കഴിക്കുന്നതൊക്കെ ബുദ്ധിമുട്ടിലാവുമ്പോൾ അതിൻ്റേതായ ബുദ്ധിമുട്ടുകൾ ഉണ്ടാവാറുണ്ട്. ഈ പ്രധാനമായിട്ടും ഈ ഒരു രോഗം വന്നാൽ അതിൻ്റെ ഒരു അപകടാവസ്ഥ എന്താണ്? എന്തൊക്കെ കോംപ്ലിക്കേഷൻസ് ഉണ്ടാകാനാണ് സാധ്യതയുള്ളത്? മോസ്റ്റ്ലി വലിയ ബുദ്ധിമുട്ടില്ലാതെ പോകുന്നൊരു, എന്താ പറയാ, അതിൻ്റെതായ രീതിയിൽ തന്നെ സെൽഫ് ലിമിറ്റഡ് ആയിട്ട് പോകുന്ന ഒരു അസുഖമാണ് മംസ് എന്നുള്ളത്. എന്നാൽ കോംപ്ലിക്കേഷൻസ് ഉണ്ടാകുമ്പോൾ മോസ്റ്റ് കോമൺലി കാണുന്ന ഒരു കോംപ്ലിക്കേഷൻ തലച്ചോറിനെ എഫക്ട് ചെയ്യുന്ന മെനിഞ്ചൈറ്റിസ് എന്നുള്ള രോഗാവസ്ഥയാണ്. വൈറൽ അസുഖം ആയതുകൊണ്ട് തലച്ചോറിനെ എഫക്ട് ചെയ്താലും നമുക്ക് പ്രത്യേകിച്ച് അതിന് എന്താ പറയാ സപ്പോർട്ടീവ് ആയിട്ടുള്ള ട്രീറ്റ്മെന്റ് ഇതിന് കൊടുക്കാൻ കഴിയുന്നുള്ളൂ. സോ വരാതിരിക്കാനാണ് മെയിൻ ആയിട്ട് നോക്കേണ്ടത്. മറ്റ് ഓർഗൻസ് എഫക്ട് ചെയ്യുന്ന ഒന്ന് പാൻക്രിയാറ്റൈറ്റിസ് എന്ന് പറഞ്ഞിട്ടുള്ള നമ്മുടെ പാൻക്രിയാസ് ഗ്രന്ഥി എഫക്ട് ചെയ്യാൻ ചാൻസ് ഉണ്ട്. അമിതമായിട്ടുള്ള ഛർദി, അമിതമായിട്ടുള്ള വയറുവേദന, ഇതൊക്കെ കാണുകയാണെങ്കിൽ എന്തായാലും നിങ്ങൾ ഹോസ്പിറ്റലിൽ കോൺടാക്ട് ചെയ്യും, അതിനുള്ള ട്രീറ്റ്മെന്റ് എടുക്കേണ്ടി വരും. പിന്നെ നമ്മൾ ആൺകുട്ടികളിൽ അവരുടെ ടെസ്റ്റിസിനെ എഫക്ട് ചെയ്യാനുള്ള ചാൻസ് ഉണ്ട്. അതിന് ചെറിയ ഇതുപോലെ നമ്മുടെ ഉമിനീർ ഗ്രന്ഥിക്ക് വീക്കം വരുന്ന പോലെ തന്നെ ടെസ്റ്റിസിനെ എഫക്ട് ചെയ്ത് അതിന് വീക്കം വരാനുള്ള ചാൻസ്, വേദന, വീക്കമൊക്കെ വരാൻ ചാൻസ് ഉണ്ട്. അതിനും നമ്മൾ സപ്പോർട്ടീവ് ട്രീറ്റ്മെന്റ് തന്നെയാണ് കൊടുക്കുന്നത്. കോംപ്ലിക്കേഷൻസ് ഉണ്ടായാൽ അതിനായിട്ടൊരു ട്രീറ്റ്മെന്റ് ഒന്നും ഇല്ല, എല്ലാം ഒരു സിംറ്റമാറ്റിക്കലി അതിന് വേദന കുറയ്ക്കാനും ബാക്കിയുള്ള കാര്യങ്ങളാണ് ചെയ്യുന്നത്. മെയിൻ ആയിട്ട് നമ്മുടെ തലച്ചോറിനെ, പിന്നെ ഇതുപോലെ ആൺകുട്ടികളുടെ ടെസ്റ്റിസിനെ, പിന്നെ പാൻക്രിയാസ്, ഇതൊക്കെയാണ് മെയിൻ ആയിട്ട് എഫക്ട് ആവുന്ന കോംപ്ലിക്കേഷൻസ്. ബ്രെയിനിനെയൊക്കെ അഫക്റ്റ് ചെയ്യുന്ന ഡോക്ടർ ഇപ്പോൾ പറഞ്ഞല്ലോ. അപ്പോൾ അത് കൂടുതലായിട്ടും ഈ രോഗം വന്ന് നമ്മൾ അതിൻ്റെ സമയത്ത് അതിൻ്റെ ഒരു ചികിത്സ ലഭ്യമാക്കാതിരിക്കുകയോ അത്തരത്തിലുള്ള ഒരു ഘട്ടം എത്തുമ്പോഴല്ലേ ഇത് അത്രത്തോളം സിവിയർ ആവുകയുള്ളൂ? അതല്ലെങ്കിൽ ഇത് ഒരുപാട് തവണ വരാനുള്ളൊരു ചാൻസ് ഉണ്ടോ? ഇപ്പോൾ ഒരു തവണ മാത്രം വന്നു പോകുന്നൊരു രോഗത്തിൽ പെടുന്നതല്ലല്ലോ ഇത്. അല്ല, മംസ് എന്ന് പറയുന്നത് ഒറ്റ തവണ വരുന്ന രോഗമാണ്. നിങ്ങൾക്ക് മംസ് ഒരു തവണ വന്നിട്ടുണ്ടെങ്കിൽ പിന്നെ വാക്സിൻ എടുക്കേണ്ട ആവശ്യമില്ല, ജീവിതത്തിൽ പിന്നെ വരാനുള്ള ചാൻസ് ഇല്ല. വളരെ റെയർ ആയിട്ട് പോലും റിപ്പോർട്ട്സ് വന്നിട്ടില്ല. മംസ് ഒരിക്കൽ വന്നാൽ എന്തായാലും വരില്ല. പക്ഷേ നമ്മുടെ ചികിത്സ ഞാൻ പറഞ്ഞില്ല, ഇതിനായിട്ടൊരു ചികിത്സ എന്നുള്ളത് ഇല്ല. അപ്പൊ ബ്രെയിനെ എഫക്ട് ചെയ്യുന്നതും മറ്റു ഓർഗൻസിനെ എഫക്ട് ചെയ്യുന്നതും ഓരോ കുട്ടിയെ സംബന്ധിച്ചിരിക്കും. ഓരോ കുട്ടികളുടെ ബോഡി ഓരോപോലെയാണ് റെസ്പോണ്ട് ചെയ്യുന്നത്. ചില കുട്ടികളിൽ വൈറസ് പെട്ടെന്ന് തന്നെ പോകും, ചില കുട്ടികളിൽ വൈറസ് ഇങ്ങനത്തെ കോംപ്ലിക്കേഷൻസ് ഉണ്ടാക്കും. അപ്പൊ ആർക്ക് എപ്പോ വരാന്നുള്ളത് നമുക്ക് ഒരിക്കലും പറയാൻ കഴിയില്ല. സോ ഏറ്റവും ബെറ്റർ എന്നുള്ളത് നമ്മൾ അതിനെ പ്രിവെന്റ് ചെയ്യുക എന്നുള്ളതാണ്, അതിനെ പ്രതിരോധിച്ച് അതിനെ വരാതിരിക്കാനാണ് നോക്കേണ്ടത്.
ഇപ്പോൾ നമ്മൾ വരാതിരിക്കാനുള്ള കാര്യങ്ങൾ പറഞ്ഞപ്പോൾ ഡോക്ടർ നേരത്തെ മാസ്കിൻ്റെ കാര്യം പറഞ്ഞു. പക്ഷേ നമുക്കറിയാം കുട്ടികളിൽ മാസ്ക് അത് അത്രത്തോളം പോസിബിൾ ആയിട്ടുള്ളൊരു കാര്യമല്ല. വേറെ എന്തൊക്കെ കാര്യങ്ങൾ ശ്രദ്ധിക്കാം? കാരണം സ്കൂളിലാണെങ്കിൽ പ്രത്യേകിച്ച് ഇപ്പോൾ ഇത് വന്നു കഴിഞ്ഞാൽ വേണമെങ്കിൽ ഒരു പക്ഷേ സ്കൂളിലേക്ക് വിടാതെ മറ്റു കുട്ടികളുമായിട്ടുള്ളൊരു കോണ്ടാക്റ്റ് ഇല്ലാതിരിക്കാനൊക്കെ നമുക്ക് ശ്രദ്ധിക്കാം. പക്ഷേ വീട്ടിൽ ഇങ്ങനത്തെ ഒരു അസുഖം വരുമ്പോൾ മറ്റൊരു രണ്ടാമത്തെ കുട്ടിയൊക്കെ ഉള്ള ഒരു സമയം അല്ലെങ്കിൽ മറ്റൊരു കുട്ടി ഉണ്ടെങ്കിൽ അവരിലേക്ക് എങ്ങനെ ഈ രോഗം വരാതിരിക്കാൻ നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ എന്താണ്? ആദ്യമായിട്ട് നമ്മൾ കുട്ടിയെ ഐസൊലേറ്റ് ചെയ്ത്, അതായത് വേറൊരു റൂമിൽ തന്നെ, സെപ്പറേറ്റ് റൂമിൽ തന്നെ ആക്കാനാണ് ശ്രമിക്കേണ്ടത്. സെപ്പറേറ്റ് റൂം വിത്ത് ബാത്റൂം ഉണ്ടെങ്കിൽ അത്രയും നല്ലത്. മറ്റു കുട്ടികളുമായിട്ടുള്ള കോണ്ടാക്ട് ഒരു 1 വീക്ക് നിങ്ങൾ മസ്റ്റ് ആയിട്ട് അവോയ്ഡ് ചെയ്യുക. 5 to 7 days മസ്റ്റ് ആയിട്ട് നിങ്ങൾ ബാക്കിയുള്ള കുട്ടികളായിട്ടുള്ള കോണ്ടാക്ട് മാക്സിമം ഒഴിവാക്കുക. ഇത് തന്നെയാണ് മെയിൻ ആയിട്ടുള്ള പ്രിവെൻഷൻ. പിന്നെ നമുക്ക് ചെയ്യാൻ പറ്റുന്നത്, ഇങ്ങനെ ഒരു ഔട്ട് ബ്രേക്ക് സ്കൂളിൽ ഉണ്ടാവുന്ന അല്ലെങ്കിൽ നമ്മുടെ അടുത്തുള്ള വീടുകളിലെ ഇങ്ങനെ മംസിന്റെ ലക്ഷണങ്ങളുള്ള കുട്ടികളെ കാണുന്നുണ്ടെങ്കിൽ നിങ്ങളുടെ കുട്ടിക്ക് ഉടനെ തന്നെ MMR വാക്സിൻ എടുത്തിട്ടില്ലെങ്കിൽ MMR വാക്സിൻ എടുക്കുക. യൂഷ്വലി നമ്മുടെ MMR വാക്സിൻ ഷെഡ്യൂൾ പ്രകാരം 9 മാസം, പിന്നെ 15 മാസം, പിന്നെ 4 വയസ്സ്, ഈ ഒരു 3 സമയത്താണ് കൊടുക്കാൻ പറയുന്നത്. അഥവാ നിങ്ങൾ ഇതിന് മുന്നേ MR വാക്സിൻ ആണ് എടുത്തിട്ടുള്ളത്, അതായത് ഗവൺമെന്റ് വാക്സിൻ ആണ് എടുത്തിട്ടുള്ളതെങ്കിൽ നിങ്ങൾ തീർച്ചയായും നിങ്ങളുടെ പീഡിയാട്രീഷ്യനെ കൺസൾട്ട് ചെയ്ത് MMR വാക്സിന്റെ ഒരു ഡോസ് മസ്റ്റ് ആയിട്ട് എടുക്കാൻ ശ്രമിക്കുക. ഇപ്പോൾ വീണ്ടും ഈ വാക്സിൻ്റെ കാര്യത്തിലേക്ക് വരുമ്പോൾ എൻ്റെ ഒരു അറിവ് ശരിയാണെങ്കിൽ 1.5 വയസ്സിനകം കുട്ടികൾക്ക് നൽകേണ്ടത് ആണല്ലോ ഈ MMR എന്നുള്ളത്, മംസ് മീസിൽസ് റൂബെല്ല വാക്സിൻ എന്നുള്ളത്. പക്ഷേ ഇപ്പോൾ അതിൽ ഡോക്ടർ നേരത്തെ പറഞ്ഞ പോലെ ഗവൺമെൻറ് ഹോസ്പിറ്റലുകളിൽ ആ വാക്സിൻ ലഭ്യമാവുന്നില്ല, മീസിൽസ് റൂബെല്ല മാത്രമാണ് ലഭ്യമാകുന്നതെന്ന് പറഞ്ഞു. അപ്പോൾ ഈ MMR നൽകാതിരുന്നാലുള്ളൊരു കോംപ്ലിക്കേഷൻസ് അതെന്താണ്? MMR നൽകാതിരുന്ന നമ്മുടെ MMR എന്നുള്ളത് മീസിൽസ്, മംസ്, റുബെല്ല. മറ്റേത് മീസിൽസ്, റുബെല്ല. സോ മംസ് എടുത്തിട്ടില്ലെങ്കിൽ, അതായത് MMR എടുത്തിട്ടുണ്ടെങ്കിൽ മംസ് വരാനുള്ള ചാൻസ് വളരെ കൂടുതലാണ്. ഗവൺമെന്റ് സെറ്റപ്പിൽ നിന്നാണ് കൂടുതൽ പേര് എടുക്കുന്നത് കൊണ്ട് ഒരാൾക്ക് വന്ന ബാക്കിയുള്ളവർക്ക് പ്രതിരോധ ശേഷി കാണില്ല. അപ്പൊ എന്തായാലും സ്പ്രെഡ് ആവാനുള്ള ചാൻസ് കൂടുതലാണ്. സോ നിങ്ങൾ ഇപ്പൊ 1.5 വയസ്സ് 9 മാസത്തിലാണ് എടുക്കേണ്ടതെന്ന് പറഞ്ഞിരിക്കുന്നത്, അത് നമ്മുടെ ഒരു ഷെഡ്യൂൾ പ്രകാരം പറയുന്നതാണ്. ഔട്ട് ബ്രേക്ക് വരുമ്പോൾ തീർച്ചയായും നിങ്ങൾക്ക് ഒരു ഡോസ് എക്സ്ട്രാ എടുക്കാം, ഇറസ്പെക്റ്റീവ് ഓഫ് ദ ഏജ് നോക്കാതെ തന്നെ നിങ്ങൾക്ക് കുട്ടിക്ക് MMR വാക്സിൻ കൊടുക്കാവുന്നതാണ്. അത് എത്ര വയസ്സ് വരെ അങ്ങനെ വാക്സിൻ കൊടുക്കാവുന്നതാണ്? കാരണം ആദ്യ സമയങ്ങളിൽ ഇപ്പം 1.5 വയസ്സൊക്കെ കഴിഞ്ഞും കുറച്ച് മറ്റ് വാക്സിനുകളെല്ലാം എടുത്തു കഴിഞ്ഞിരിക്കുന്ന ഒരു സമയമാണെങ്കിൽ ഈ വാക്സിൻ നൽകിയിട്ടില്ലെങ്കിൽ നമുക്കൊരു ഓപ്ഷൻ ഉണ്ടോ? അത് എപ്പോൾ വേണമെങ്കിലും എടുക്കാന്നുള്ളൊരു ഓപ്ഷൻ? എപ്പോൾ വേണമെങ്കിലും നിങ്ങൾക്ക് എടുക്കാം. ടീനേജേഴ്സിനും അഡോളസൻസിനും എല്ലാം എടുക്കാം. കാര്യം എന്ന് വെച്ചാൽ കൊച്ചു കുട്ടികളെ കാട്ടിലും വലിയ, അതായത് ടീനേജ് അഡോളസന്റ് കുട്ടികളിലാണ് ഇതിന്റെ കോംപ്ലിക്കേഷൻസ് കൂടുതലായിട്ട് കാണാറുള്ളത്. അതായത് നേരത്തെ ടെസ്റ്റിസിനെ അഫക്ട് ചെയ്യുന്ന പോലുള്ള ബുദ്ധിമുട്ടുകൾ കൂടുതലും ആൺകുട്ടികൾ, അഡോളസന്റ് ആൺകുട്ടികൾ, അതായത് ഒരു 13-14 വയസ്സ് ആ ഒരു ഏജിലുള്ള ആൺകുട്ടികൾക്കാണ് കൂടുതലായിട്ട് ഈ ബുദ്ധിമുട്ട് കണ്ടുവരുന്നത്. സോ നിങ്ങളുടെ കുട്ടികൾ വലിയതാണെങ്കിലും, അതായത് 10-15 വയസ്സുള്ള കുട്ടികളാണെങ്കിലും ഒരു ഡോസ് MMR എടുക്കുന്നത് കൊണ്ട് തെറ്റില്ല. ഇപ്പോൾ മറ്റൊരു കാര്യം കേട്ടിട്ടുള്ളത്, ഈ MMRും ഓട്ടിസവും തമ്മിലൊരു ബന്ധമുണ്ട് എന്നൊക്കെ അങ്ങനെ കേട്ടിട്ടുണ്ട്. അതിലെന്തെങ്കിലും സത്യാവസ്ഥയുണ്ടോ? അങ്ങനെ ഉണ്ടെങ്കിൽ എന്താണ് ഇത് രണ്ടും തമ്മിലുള്ളൊരു ബന്ധം എന്താണ്? ഓട്ടിസം എന്ന് പറയുന്നത് ഒരു ഡെവലപ്മെന്റൽ ഡിസോർഡർ ആണ്. പണ്ട് ഇതിനെക്കുറിച്ച് കുറച്ച് ഇഷ്യൂസ് ഉണ്ടായിരുന്നു, അതായത് MMR എടുക്കുന്ന കുട്ടികളാണ് ഓട്ടിസം വരുന്നത് എന്നുള്ളൊരു കൺസെപ്റ്റ് ഇടയ്ക്ക് വന്നിരുന്നു. പക്ഷെ ഒരു ലോട്ട് ഓഫ് സ്റ്റഡീസ്, ഇഷ്ടം പോലെ നമ്മൾ അതിന്റെ സ്റ്റഡീസ്, റിസർച്ച് ഒക്കെ ചെയ്തിട്ടുണ്ട്. പക്ഷെ എവിടെയും നമ്മൾ അതൊരു ലിങ്ക് എവിടെയും പ്രൂവ് ചെയ്യാൻ കണ്ടിട്ടില്ല. സോ MMR ഓട്ടിസം തമ്മിൽ അങ്ങനെ ഒരു ബന്ധമില്ല. ഈ മംസ് ഇപ്പോൾ നമ്മൾ നേരത്തെ ആദ്യം തന്നെ പറഞ്ഞു, ഈ ഒരു സമയത്ത് കുറച്ചേറെ, ഇപ്പോൾ മെയ് വരെയൊക്കെ ഉള്ള കണക്കിൽ തന്നെ 20,000-ലേറെ ആളുകൾക്ക് വന്നിട്ടുണ്ട് എന്നുള്ളതാണ്. അതും പ്രത്യേകിച്ചും കുട്ടികളിലാണ് ഈ 90% ഈ രോഗം വരുന്നത് എന്നുള്ളതൊക്കെയാണ് കണക്കുകൾ പറയുന്നത്. അപ്പോൾ ഇപ്പോഴത്തെ ഒരു സമയത്തും ഈ രോഗം ഇത്രത്തോളം ഒരു കൂടാനുള്ളൊരു സാധ്യത എന്താണ്? കാരണം ഇപ്പോൾ എനിക്ക് തോന്നുന്നു, നമുക്കറിയാം ഈ സ്കൂൾ തുറന്നിട്ടുള്ള 1-2 മാസം വലിയ രീതിയിൽ തന്നെ കുട്ടികൾക്ക് ഓരോ അസുഖങ്ങളൊക്കെ വരുന്നൊരു സമയമാണ്. അത് തന്നെയാണോ ഈ ഒരു അസുഖം വരാനുള്ളൊരു സാധ്യത? അതോ ക്ലൈമറ്റ് അല്ലെങ്കിൽ അത്തരത്തിലുള്ള എന്തെങ്കിലുമൊക്കെ ഈ രോഗം വരാനുള്ളൊരു സാധ്യത കൂട്ടുന്നുണ്ടോ? മംസ് എന്നുള്ള വൈറസിന്റെ സ്പ്രെഡ് കൂടുതലും സ്പ്രിംഗ് സീസൺ അല്ലെങ്കിൽ വിന്റർ സീസൺ, തണുപ്പുള്ള സമയങ്ങളാണ് കൂടുതൽ സ്പ്രെഡ് കണ്ടിട്ടുള്ളത്. നമ്മളുടെ ഇപ്പോഴത്തെ മഴക്കാലം അതിനെ കോൺട്രിബ്യൂട്ട് ചെയ്യുന്നുണ്ട്. പിന്നെ ഞാൻ നേരത്തെ 2-3 പ്രാവശ്യം പറഞ്ഞ പോലെ തന്നെ നമ്മുടെ MMR വാക്സിന്റെ ഷോർട്ടേജ് കാരണമാണ്, MMR വാക്സിന്റെ ആ ഒരു അഭാവം മൂലമാണ് ഇത്ര സ്പ്രെഡ് വരുന്നത്. അല്ലെങ്കിൽ ഇപ്പൊ ഒരു 100 കുട്ടികളെ എടുക്കുകയാണെങ്കിൽ അവരെന്തായാലും ഒരു 80% എന്തായാലും വാക്സിനേറ്റഡ് ആയിരിക്കും. അത് MMR വാക്സിൻ എടുത്തിട്ടുണ്ടെങ്കിൽ നമ്മളിപ്പോ കാണുന്ന ഇത്രത്തോളം സ്പ്രെഡ് എന്തായാലും കാണില്ല. സോ എനിക്ക് പറയാനുള്ളത്, നിങ്ങൾ MMR വാക്സിൻ ആണ് എടുത്തിട്ടുള്ളതെങ്കിൽ തീർച്ചയായും പീഡിയാട്രീഷ്യനെ കൺസൾട്ട് ചെയ്ത് ഒരു MMR വാക്സിന്റെ ഡോസ് എടുക്കാം. MMR വാക്സിൻ സിംഗിൾ ഡോസ്, ഒറ്റ ഡോസ് എടുക്കുകയാണെങ്കിൽ തന്നെ നമുക്കൊരു 70-80% പ്രൊട്ടക്ഷൻ കിട്ടുന്നുണ്ട് മംസിനെതിരെയായിട്ട്. അതും അറൌണ്ട് ഒരു 10 years വരെ ബുദ്ധിമുട്ടൊന്നും ഉണ്ടാക്കില്ല. 2 ഡോസ് എടുക്കുകയാണെങ്കിൽ 80-90% പ്രൊട്ടക്ഷൻ കിട്ടുന്നുണ്ട്. ഓൾമോസ്റ്റ് 15 yearsോളം പ്രൊട്ടക്ഷൻ തരുന്നത്.
ഇത് ശരിക്കും ഒരു വായുവിലൂടെ തന്നെ പടരുന്നൊരു രോഗമായിട്ടാണല്ലോ പറയുന്നത്. അപ്പോൾ അങ്ങനെയാകുമ്പോൾ ഇത് എത്ര വയസ്സ് മുതൽ അങ്ങനെ നമുക്ക് പറയാൻ പറ്റുമോ, അല്ലെങ്കിൽ എത്ര വയസ്സ് വരെയുള്ള കുട്ടികളിലാണ് ഇത് കൂടുതലും ശ്രദ്ധിക്കേണ്ടത്? ഇപ്പോൾ വലിയ ആളുകൾക്ക് ഇത് വരുന്നുണ്ട്, പക്ഷേ അത് ഏറ്റവും കൂടുതൽ നമുക്കിപ്പോൾ കുട്ടികളിൽ കാണപ്പെടുന്നത് ഇത്ര ഏജ് ഗ്രൂപ്പ് എന്ന് നമുക്ക് പറയാൻ പറ്റുന്നുണ്ടോ? നമ്മുടെ ടെക്സ്റ്റ് ബുക്സ് നോക്കുകയാണെങ്കിൽ ഏജ് ഒരു 5 to 9 years ആണ് കോമൺ ആയിട്ട് കാണുന്ന ഏജ് ഗ്രൂപ്പ് ആയിട്ട് പറയുന്നത്. 5 വയസ്സ് തൊട്ട് 9 വയസ്സുള്ള കുട്ടികളാണ് കോമൺ ആയിട്ട് സ്പ്രെഡ് ആകുന്നത്. പിന്നെ ഫോറിൻ കൺട്രീസ് എടുക്കുകയാണെങ്കിൽ അവിടെയൊക്കെ വാക്സിനേഷൻ ഉള്ളത് കാരണം ആ ഒരു ഏജ് ഗ്രൂപ്പിൽ ആ ഡിസീസ് മാറി കുറച്ച് ടീനേജേഴ്സിലേക്ക് കാണുന്നുണ്ട്, അഡോളസെന്റ് കുട്ടികളിലേക്ക് കാണുന്നുണ്ട്. നമ്മളുടെ ഇന്ത്യ, കേരളം അങ്ങനെ എടുക്കുകയാണെങ്കിൽ യൂഷ്വലി 5 to 9 years തന്നെയാണ് ഇപ്പോൾ കോമൺ ആയിട്ട് കാണുന്ന ഒരു ഏജ് ഗ്രൂപ്പ് എന്ന് പറയുന്നത്. തുടക്കത്തിൽ നമ്മൾ ഈ രോഗലക്ഷണങ്ങൾ പറഞ്ഞപ്പോൾ പനിയുടെ കാര്യം ഡോക്ടർ പറഞ്ഞല്ലോ. അപ്പോൾ ഈ തുടക്കത്തിൽ ഈ പനി വന്ന് പിന്നെ ഈ നീര് വെക്കുകയും പിന്നീട് ഈ നീര് മാറിയതിന് ശേഷം മാത്രമാണോ ഈ പനി മാറുക? അതല്ല ഇതൊരു സിംറ്റം പോലെ ആദ്യം പനി വരുന്നു പിന്നീട് ഈ നീര് വരുന്നു, അങ്ങനെയാണോ നമ്മൾ കണക്ക് കൂട്ടേണ്ടത്? യൂഷ്വലി പനി നമ്മളുടെ ഉമിനീർ ഗ്രന്ഥിയുടെ വീക്കം സ്റ്റാർട്ട് ചെയ്യുമ്പോൾ പനി പതുക്കെ കുറയാൻ തുടങ്ങും. പനി ആദ്യത്തെ ഒരു ലക്ഷണമായിട്ടേ കാണാറുള്ളൂ. പനി, ക്ഷീണം എല്ലാം ആദ്യത്തെ 3-4 ദിവസം. അതിനുശേഷം ഈ ഉമിനീർ ഗ്രന്ഥിയുടെ വീക്കം വരുമ്പോൾ പനി യൂഷ്വലി സബ്സൈഡ് ആവാറുണ്ട്, കുറയാറുണ്ട്. വലിയൊരു ബുദ്ധിമുട്ടുണ്ടാക്കാറില്ല. പനിയായിട്ടുള്ളത് വലിയൊരു ഹൈഗ്രേഡ് ആയിട്ട് ചില കുട്ടികളിലെ കാണാറുള്ളൂ. അല്ലാത്തവരിൽ ഉമിനീർ ഗ്രന്ഥിയുടെ വീക്കം സ്റ്റാർട്ട് ചെയ്യുമ്പോൾ തന്നെ കുറഞ്ഞു വരാറുണ്ട്. അവസാനമായിട്ട് ഒരു കാര്യം കൂടെ ചോദിക്കട്ടെ. അതായത് ഇപ്പോൾ നേരത്തെ ഡോക്ടർ പറഞ്ഞു ഈ പനിയുമായി ബന്ധപ്പെട്ട് അല്ലെങ്കിൽ പനിയും രോഗലക്ഷണത്തിൽ പറയുന്നുണ്ടെന്ന് പറഞ്ഞു, പക്ഷെ അത് എല്ലാ കുട്ടികൾക്കും അങ്ങനെ തന്നെ ആവാൻ സാധ്യതയുണ്ടോ? ഇപ്പോൾ പനി അല്ലെങ്കിൽ ഒരു തളർച്ച അങ്ങനെ മാത്രമുള്ള ഒരു കുട്ടിയെ നമുക്ക് ഈ മുണ്ടുനീര് വരാനുള്ളൊരു സാധ്യത അല്ലെങ്കിൽ അതിൻ്റെ ഒരു രോഗലക്ഷണമാണ് എന്നുള്ളത് മാത്രം നമുക്ക് പറയാൻ കഴിയുമോ? അതല്ല എങ്കിൽ ഈ മുണ്ടുനീര് കണ്ടതിന് ശേഷം മാത്രമാണോ അത് മാത്രമായിട്ട് വരുന്നൊരു കേസുകളും ഉണ്ടോ? പനിയൊന്നും വരാതെ ഇത് മാത്രമായിട്ട് വരുന്നൊരു കേസും കാണാറുണ്ടോ? ഉണ്ട്. ചില കുട്ടികളിൽ മുണ്ടിനീരായി വീക്കം മാത്രമായിട്ട്, പനിയും ബുദ്ധിമുട്ടൊന്നും ഇല്ലാതെ വീക്കം മാത്രമായിട്ട് വരുന്ന കുട്ടികളുണ്ട്. ചില കുട്ടികളിൽ ആണെന്ന് പോലും നമുക്ക് മനസ്സിലായില്ല. കാര്യം ചിലപ്പോൾ പനി മാത്രം വന്നിട്ട് അവർക്ക് അങ്ങ് പോകും. ശരി, അവരൊരു കാരിയർ സ്റ്റേറ്റ് പോലെ അങ്ങ് പോകും. ആ വീട്ടിൽ തന്നെ വേറെ കുട്ടിക്ക് ചിലപ്പോൾ വീക്കം വരുമ്പോഴായിരിക്കും ഈ കുട്ടിക്കും അതായിരിക്കാം വന്നിട്ടുണ്ടാവാന്ന് നമുക്ക് തോന്നുന്നത്. സോ ചില കുട്ടികളിൽ ഫീവർ, ക്ഷീണം അങ്ങനത്തെ ബുദ്ധിമുട്ടായിട്ട് ഈ അസുഖം പോകും. ചില കുട്ടികളിൽ ഫീവർ, ക്ഷീണം, ഉമിനീർ ഗ്രന്ഥിയുടെ വീക്കം വരാം. ചില കുട്ടികളിൽ ഉമിനീർ ഗ്രന്ഥിയുടെ വീക്കം മാത്രം വരാം. ചില കുട്ടികളിൽ ഒരു സിംറ്റംസും കാണില്ല. ഇങ്ങനെയാണ് ഈ രോഗത്തിന്റെ ഒരു ഇത്. എന്തായാലും കുട്ടികളിൽ ഇപ്പോൾ ഏറ്റവും കൂടുതൽ കണ്ടുവരുന്ന രോഗങ്ങളിലൊന്നും ഈ മുണ്ടുനീരാണ് എന്നുള്ളതാണ്. അപ്പോൾ അതിൻ്റെ കുറേയേറെ സംശയങ്ങളാണ് ഡോക്ടർ മറുപടി നൽകിയത്. വളരെ നന്ദി ഡോക്ടർ ഗായത്രി പ്രോഗ്രാമിൽ പങ്കെടുത്തതിന്, ഇതുമായി ബന്ധപ്പെട്ട വിഷയങ്ങൾ പ്രതികരിച്ചതിന്. ഏറ്റവും പുതിയ വാർത്തകളും വിശേഷങ്ങളും വിരൽ തുമ്പിലറിയാൻ സീ മലയാളം ന്യൂസ് എല്ലാ ഡിജിറ്റൽ പ്ലാറ്റ്ഫോമുകളിലും ലഭ്യം.